എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ അയ്യപ്പൻകാവ് സിറാമണി കേക്സിലാണ് ഉള്ളത്. എന്താ കാര്യം എന്നറിയില്ലേ? നമ്മുടെ രാജേഷിൻ്റെ, അതായത് എൻ്റെ ഉറ്റ സുഹൃത്ത് രാജുമോൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എന്നോട് ആ കേക്ക് ഒന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് കേക്ക് കളക്ട് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി. അയ്യപ്പൻകാവ് ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ്. നേരെ രാജേഷിൻ്റെ വീട്ടിലെത്തി. ക്രിസ്മസ് ട്രീ ഒന്നും അഴിച്ചിട്ടില്ല. നേരെ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. കൂടെ ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം അവിടെ കൊണ്ടുവച്ചു. അപ്പോഴേക്കും സാറ്, മഞ്ജു മാഡം, കുഞ്ചി, ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ എല്ലാം വന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബേബി. ഹായ് ബേബി. അങ്ങനെ ബലൂണൊക്കെ വെച്ച് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയാക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഓഫീസിലെ കുറച്ച് സ്റ്റാഫ് കൂടി വരാനുണ്ട്. അവരോട് വന്നതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ രാധാകൃഷ്ണൻ വന്നു. ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങിലേക്ക്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അൺബോക്സിങ് ആയിരുന്നു. മഞ്ജു മാഡം കമ്മൽ കൊടുത്തു, ശീല ചേച്ചി പാദസരം, അങ്ങനെ അതെല്ലാം ഓപ്പൺ ആക്കി നോക്കി. അടുത്തതായിട്ട് മറ്റ് ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്യാണ്. ഇത് നമ്മുടെ ഓഫീസിലെ എല്ലാവരും കൂടി ചേർന്ന് കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. അടുത്തത് നമ്മൾ നേരെ ഫുഡിങ് ആണ്. ബിരിയാണിയാണ്. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു. അങ്ങനെ നേരെ രാജേഷ് കൊണ്ട് വിളമ്പിച്ചിട്ടില്ല, ഞാൻ തന്നെയാണ് വിളമ്പാൻ പോകുന്നത്. ബിരിയാണി, ചിക്കൻ, അതിൻ്റെ കൂടെയുള്ള ടച്ചിങ്സുകൾ, അച്ചാർ, പിന്നെ വെജിറ്റബിളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുത്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കേക്കിനെ പറ്റിയും പറയാൻ നല്ല കേക്കായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഒരു സന്തോഷമായ ഒരു ഡേ. നമ്മളിപ്പോൾ അധികം ആൾക്കാരില്ല. മാക്സിമം നമ്മുടെ ഓഫീസിലുള്ളവരും കുറച്ച് നൈബേഴ്സും പിന്നെ ഇൻറ്റിമേറ്റായ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം ആയിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.